ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. റോസൂസ് ടേസ്റ്റി ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇത് കട്ട്ലറ്റാണ്. ബേക്കറി സ്റ്റൈലിൽ നല്ല ക്രിസ്പി ആയിട്ട്, അതേപോലെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ്റെ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ചില ആളുകളൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു ട്രിക്കും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാത്തവർക്ക് അത് ഫോളോ ചെയ്യണമെന്നില്ല. അത് പൊട്ടിപ്പോവും എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കീറി എടുത്തിട്ടുള്ളതാണ്. ഒരിക്കലും ചിക്കൻ മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുക്കരുത്. അപ്പം നമ്മുടെ കട്ട്ലറ്റിന് ഒരു വല്ലാത്ത രുചിയായിരിക്കും. അപ്പം ഇതേപോലെ തന്നെ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൽ ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പച്ചമുളക് വന്നിട്ട് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല നീളമുള്ള പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാവുന്നതാണ്. ചില ആൾക്കാർ മല്ലിയില ചേർക്കാറുണ്ട്. പക്ഷേ എനിക്ക് മല്ലിയില ചേർക്കാൻ ഇഷ്ടമല്ല, എനിക്ക് കറിവേപ്പില ചേർക്കാനാണ് ഇഷ്ടം. നമ്മുടെ നാട്ടിലെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് കറിവേപ്പില ചേർത്തിട്ടാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് സവോളയാണ്. 2 മീഡിയം സൈസ് സവോള, അത് വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ചേർക്കണം. പിന്നെ നമ്മൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, അത് ഞാൻ കുക്ക് ചെയ്ത്, അതായത് നമ്മുടെ കുക്കറിലിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ സവോള ഇടാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ഏകദേശം കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഉരുളൻകിഴങ്ങ്, നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് ഉരുളൻകിഴങ്ങിൽ പിടിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അല്പം ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. അത് നമുക്ക് സാധാരണ ബ്രെഡില്ലേ, അതൊന്ന് പാനിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രൈങ് പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് വെളിയിൽ നിന്നൊന്നും ബ്രെഡ് ക്രംസ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഞാനിതിപ്പോൾ റൗണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓവൽ ഷേപ്പിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഉണ്ട ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരും ഇത്. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം മുട്ടയിൽ മുക്കണം, അതിനുശേഷമാണ് ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് മുട്ടയിൽ മുക്കിയിരിക്കുന്നത്, എന്നിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കിയിരിക്കുന്നത്. നമ്മൾ സെയിം കൈ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ആ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കും കൂടെ ആ ബ്രെഡ് ക്രംസ് കയറി പിടിക്കും. പിന്നെ വീണ്ടും നമ്മൾ അടുത്തത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയിൽ മുക്കി കഴിയുമ്പോഴത്തേക്ക് ആകെ വൃത്തികേടാവും. അപ്പം ഒരു കൈ കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുക, മറ്റേ കൈ കൊണ്ട് അടുത്ത ഇത് ചെയ്യുക. ഒരു കൈ കൊണ്ട് മുട്ടയിലെടുക്കുക, ഒരു കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കണം.
ഇതേപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയെല്ലാം ആക്കി വെച്ചതിന് ശേഷം ഒന്നെങ്കിൽ ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം നിങ്ങൾ വെക്കണം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും, 10 അല്ലെങ്കിൽ 15 മിനിറ്റ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പൊട്ടിപ്പോകത്തില്ല നിങ്ങൾ ചെയ്യുമ്പോൾ. നമുക്കത് വെച്ചിട്ട് വരാം. എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചു. ഇനി നിങ്ങൾ ഒരു കാരണവശാലും ഇത് പൊട്ടിപ്പോകത്തില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കൂട്ട് തയ്യാറാക്കുമ്പോഴത്തേക്ക് എണ്ണ കുറച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ, ചിക്കൻ്റെ കൂട്ട് തയ്യാറാക്കാൻ. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പൊട്ടിപ്പോകത്തില്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഇത് ഞാൻ വെളിച്ചെണ്ണയിലല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിടുക. അപ്പോൾ ഒന്ന് ഫ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചിക്കനാണ് ഞാൻ എടുത്തത്. നമുക്ക് ഈ ഒരു അളവിൽ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു 13 കട്ട്ലേറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈസി ബീസി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈല് ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുന്നത്, അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പൊട്ടിപ്പോകുന്ന ഒരു പ്രോബ്ലം ഉള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രിക്കാണ്. ഒരു കാരണവശാലും പൊട്ടിപ്പോകത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.